അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മലാഹിം ലക്കശുക്റു വഅലൈക തവക്കുൽ. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് സ്വർഗത്തിലെ വിരുന്നുകാരെ സംബന്ധിച്ചാണ്. മഹാനായ ബുഹാരി ഇമാമും മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അള്ളാഹു സ്വർഗത്തിൽ ആരെയാണ് വിരുന്നാക്കുക? നമുക്ക് ഹദീസ് ഏതാണെന്ന് നോക്കാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് നടന്നാൽ അഹദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ, അങ്ങനെ രാവിലെയും വൈകുന്നേരവും അവൻ നടക്കുമ്പോഴെല്ലാം സ്വർഗത്തിൽ അള്ളാഹു അവന് വിരുന്ന് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ പള്ളിയിലേക്ക് നടന്നു പോവുക, പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ വിരുന്നിന് ഉന്നതമായ ആ കൂലിക്ക് കാരണമാക്കുന്നതാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് പരമാവധി എല്ലാവരും നടന്നുകൊണ്ട് പോവുക. കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ പള്ളിയിലേക്ക് നടത്തിക്കുക. ഇങ്ങനെ ഓരോ നടത്തത്തിനും ചവിട്ടടിക്കും പ്രത്യേകം കൂലിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നിസ്കാരങ്ങളും പള്ളിയിലേക്കുള്ള നടത്തങ്ങളും സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.